അപ്പോ ഞാൻ എന്താ പറഞ്ഞു വന്നത്? നമ്മുടെ ഭരണസമിതി അധികാരമേറ്റിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. പറഞ്ഞു മനസ്സിലാവട്ടെ? പഴയ ഭരണസമിതിയെ പുകച്ചു പുറത്ത് ചാടിച്ചിട്ടാണ് നമ്മൾ അധികാരമേറ്റിട്ടുള്ളത്. അപ്പൊ നമുക്ക് പല തീരുമാനങ്ങളും ഇന്ന് എടുക്കേണ്ടതുണ്ട്. രാഘവന് പറഞ്ഞു മനസ്സിലാവുണ്ടോ? നമുക്ക് ആദ്യമായിട്ട് ഈ ബാങ്ക് ഒന്ന് ഉടച്ചു വാർക്കണം. പ്രസിഡന്റ്, അങ്ങനെയാണെങ്കിൽ ആ പണി എന്നെ ഏൽപ്പിക്കണം. ഞാനും എന്റെ പിള്ളേരും കൂടെ വന്ന് ഇതിനെ പൊളിച്ച് നന്നായിട്ട് വാർത്ത് കൈ തരാം. അതല്ല പറഞ്ഞത്, ബിൽഡിംഗ് പൊളിക്കണ കാര്യമല്ല. ഇതിന്റെ ഭരണസമിതിയുടെ നടപടികളൊക്കെ ഒന്ന് പുതുക്കി പണി. ഇനിയിപ്പോ പുതുക്കി പണിയാണെങ്കിലും അതിന് പറ്റിയ പിള്ളേർ എന്റെ കയ്യിലുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന് വെളിയിൽ നിന്ന് ആളെ വിളിക്കണ്ട. നമ്മളൊക്കെ കൂടെ തന്നെ ഒരു ദിവസം ലുങ്കിയെ കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പണി ഇത് വാർത്ത് റെഡിയാക്കാം. മന്മഥൻ ഇപ്പൊ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത് നമുക്കിപ്പൊ ചർച്ചയ്ക്ക് വെക്കണ്ട. നമുക്കിത് അവസാനം ഒരു 10 മിനിറ്റ് തരാം. മതി അല്ലേ രാഘവ? കൊടുക്കണം. 10 മിനിറ്റ് കൊടുക്കണം. മതി, അവസാനം കുഴപ്പമില്ല. പിന്നെ ഞാൻ ഏത് സമയവും ഇവിടെ ഉണ്ടായിരുന്നു വരില്ല. ഞാൻ വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ തന്നെ അറിയാലോ, ഞാൻ കരയോഗത്തിന്റെ പ്രസിഡന്റാണ്, അമ്പല കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പൊതുവായനശാലയുടെ രക്ഷാധികാരിയാണ്. ഇത്തരം തിരക്കുകളൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഒരു ചുമതല എന്നെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അടിച്ചേൽപ്പിച്ചെന്നോണ സെക്രട്ടറി, പുതിയ ആളായിട്ട് പറയാം. ഞങ്ങൾക്കെല്ലാം അറിയാം ഇത് അടിച്ചേൽപ്പിച്ചൊന്നുമല്ല, ഇത് പിടിച്ചു മേടിച്ചതാ മനഃപൂർവ്വം. അല്ല, ഞാൻ തന്നെ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു പദവി എനിക്ക് തരാൻ. ഇല്ല, എല്ലാം എനിക്ക് തന്നെ വേണമെന്ന്. പിന്നെ ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ, ഈ എത്ര നാളായതൊക്കെ. അല്ല, ഇതിപ്പോ എല്ലാം ഒത്തൊരാളിന്റെ കയ്യിൽ തന്നെയാണ് ഇതെല്ലാം ഇരിക്കണേന്ന് പറയായിരുന്നു. കേട്ടോ സെക്രട്ടറി, ഇന്നലെ കൊച്ചുകുട്ടികളെല്ലാം കൂടി ബാലസംഘം ചേർന്നു. അപ്പൊ അവിടെ പ്രസിഡന്റ് ആകാൻ വേണ്ടി മൂപ്പരി എന്ന് കൊച്ചുകുട്ടികൾ പറഞ്ഞു വേണ്ട, തല നരച്ചിരിക്കുകയാണ്, അത് ഞങ്ങൾ തന്നെ ആയിക്കോളാം. പക്ഷെ അതിന്റെ രക്ഷാധികാരി അവരെന്നെയാണ് ആക്കിയത്. അപ്പൊ അവിടെ വലിഞ്ഞു കയറിയ പ്രസിഡന്റ്, നമുക്ക് ഈ ബാങ്കിനെ പഴയ പ്രതാപത്തിലേക്കും തിരിച്ചു കൊണ്ടുവരണ്ടേ? ഏത് പ്രതാപൻ? ഒരു പ്രതാപനെ ഇനി ഇവിടെ കൊണ്ടുവരണ്ട, ഇവിടെ ഉള്ളവര് മതി. റൗഡിയാ? ഏത് റൗഡി? പഴയ നിലയിൽ എത്തിക്കണ്ടേ? അതിനങ്ങനെ മാന്യമായ മലയാളത്തിൽ പറഞ്ഞാൽ പോരെ. അതല്ലേ പറഞ്ഞത്. അല്ല, അത് നമ്മൾ ബാങ്കിന്റെ ഭരണസമിതി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. സെക്രട്ടറിയും ബാങ്കിലെ മറ്റ് ജീവനക്കാരും കൂടി ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം. അത് വേണം. സെക്രട്ടറിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഭരണസമിതിയിലെ മറ്റുള്ള അംഗങ്ങൾ സംസാരിച്ച കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നന്നായി. ബാങ്കിനെ പഴയ പ്രതാപത്തിൽ എത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യം വേണം. അത് 1947 നമുക്ക് കിട്ടിയതല്ലേ പ്രസിഡന്റ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ബാങ്കിന്റെ എന്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങൾ എനിക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റണം. അല്ലാതെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ പുറത്തുനിന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് കാര്യങ്ങൾ അവതാളത്തിലാക്കിയാൽ എനിക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അത്തരം സന്ദർഭങ്ങളിൽ പ്രസിഡന്റ് ഇടപെട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ പറഞ്ഞത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. വെറുതെ നമ്മൾ മീറ്റിംഗ് കൂടിയിരുന്ന് ആവശ്യമില്ലാതെ വിടുക പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും നല്ല പദ്ധതികൾ ആവിഷ്കരിക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അങ്ങനത്തെ ഒരു 4 പദ്ധതി എൻ്റെ തലയ്ക്കകത്തുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. അല്ല, അത് ഇപ്പൊ പറയണ്ട. ഇത് വളരെ ഗൗരവമായ വിഷയമാണല്ലോ. ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് സമയം തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതും കൂടി ചേർത്ത് പറയാം. അത് മതി, അത് മതി, അത് മതി. അതിപ്പോ 1 മണിക്കൂറായാലും കുഴപ്പമില്ല. അതെ. പിന്നെ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സെക്രട്ടറിക്ക് തന്റെ ജോലിയായിട്ട് മുന്നോട്ട് പോവാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരും. മതി, എനിക്ക് അത്രയും മതി. എന്നാ പിന്നെ നമുക്ക് പിരിയാം. അല്ല, എന്റെ 10 മിനിറ്റ് ഉണ്ടല്ലോ, കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പഞ്ചായത്തിലെ മെമ്പർമാരെ MLA ഒക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണല്ലോ. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളും ജനങ്ങളാൽ. അപ്പൊ അവർക്ക് ശമ്പളമുണ്ട്, നമുക്ക് ശമ്പളം ഇല്ല. അപ്പോൾ നമ്മളിവിടെ മീറ്റിങ്ങിനെന്ന് പറഞ്ഞു വന്നിരുന്നു, നമ്മളെ വിലപ്പെട്ട സമയങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു, തല പോയുന്നു, ആലോചിക്കുന്നു, പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്കും ഒരു 10,000-ഓ ഒരു 20,000-ഓ ശമ്പളമായിട്ട് വെച്ചൂടെ? അതെ, ഇത് മന്മഥൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം ആണ്. പക്ഷെ ഇപ്പൊ 10 മിനിറ്റാണല്ലോ സമയം തരുന്നത്. അതിൽ ഈ വിഷയം കൂടി സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല.
അതുകൊണ്ട് അടുത്ത മീറ്റിംഗില് നമ്മൾ മന്മഥന് ഒരു 20 മിനിറ്റ് കൊടുക്കും. ഈ പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് മന്മഥൻ വരണം. നമുക്കത് ചർച്ചയ്ക്ക് വെക്കണം. അല്ല പ്രശ്നം, അത് ശരിയാവില്ല. അടുത്ത മീറ്റിംഗിൽ 25 മിനിറ്റ് തരണം. 25 മിനിറ്റ് എടുത്തോട്ടോ അല്ലേ? എന്നാ പിന്നെ നമുക്ക് പിരിയാം. ശരി. അത് സാറായിക്കണം അല്ലേ? അത് ഈറ്റാല് ഒരു സാധനം മുമ്പൊക്കെ ഉണ്ടാ കൂടി ചെയ്തൂടെ വേണമെങ്കിൽ? നമുക്ക് അമ്പൊക്കെ ഉണ്ടാ കൂടെ? വേണ്ട, അന്ന് ശരിയാവില്ല. അതെ. പിന്നെ വീട്ടിലറിഞ്ഞ പ്രശ്നവും. എന്ത് പ്രശ്നവും? എന്റെ ഹസ്ബൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആണേ. അതാണ് കുഴപ്പമായത്. എനിക്ക് ഇങ്ങനത്തൊക്കെ ചെയ്യാൻ വലിയ പോലും, പക്ഷെ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു താല്പര്യമില്ല. നേരത്തെ എത്തിയാ? എന്റെ വയ്യേ ഒന്നും പറയണ്ടെന്ന്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാൻ നേരത്ത് ഓരോ പ്രോബ്ലങ്ങള്. അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് വന്നപ്പോ ഒരു 5-10 മിനിറ്റ് വൈകിപ്പോയി. എന്നു തന്നെയാണല്ലോ പറയണേ. ഞങ്ങള് നേരത്തെ വന്നപ്പോഴേ ടിക്ടോക്ക് ഇങ്ങനെ കണ്ടു കുത്തിരിക്കേനി. അതെ മൊയ്തു സാറേ, പുതിയ ഭരണസമിതിയെ മഹാ കോമഡിയാണ് ട്ടാ. ഒന്നും പറയണ്ട, വക്ക് പൊട്ടിയ ഒരു പ്രസിഡന്റും കുറെ കണാപ്പന്മാരും മെമ്പർമാരും. അത് കറക്റ്റ് ആട്ടോ. സുഗതൻ സാറല്ലേ പ്രസിഡന്റ്. 5 പൈസയുടെ വിവരവും ഇല്ല, വിദ്യാഭ്യാസം ഇല്ല. പിന്നെ മന്മഥൻ സാറ്, സുഗതൻ സാറിന്റെ അത്ര പോലും വിവരവും വിദ്യാഭ്യാസവും ഇല്ല, തലക്ക് വെളിവില്ല. അത് ഞാനൊരു കാര്യം ആലോചിക്കണേ, എത്ര ചുറുചുറുക്കുള്ള ചെക്കന്മാരുണ്ട് പാർട്ടിയിൽ. പിന്നെ എന്തിനീ വക്ക് പൊട്ടി ആൾക്കാരെ പിടിച്ചിട്ട് ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? അതെ, ഇതേതായാലും മുങ്ങാൻ നിൽക്കുന്ന കപ്പലാണല്ലോ. അപ്പൊ ഇതുങ്ങളുടെ ശല്യം അവിടെ വേണ്ട, ഇവിടെ ഇത് ചർച്ച ചെയ്തോട്ടെ എന്ന് ഓർത്തുണ്ടാവും. ഇന്നലെ ഞാൻ മാറി നിന്നിട്ട് ചർച്ച ഒന്ന് കേട്ട് എന്റെ പൊന്നോ ചിരിച്ചിരിച്ച് മനുഷ്യന്റെ ഊപ്പാടളകി. 10 പൈസയുടെ വിവരമില്ല എന്ന് പറഞ്ഞതിന്. പക്ഷെ നമ്മുടെ സെക്രട്ടറി സാറിന്റെ ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഇപ്പൊ തലകുത്തി മറച്ചു വെക്കുന്ന അടുത്ത് മുണുങ്ങിക്കാളുന്ന തലയിൽ ആൾതാമസമില്ലാന്ന്. അതെ, പുത്തനച്ചി പെരപ്പുറം തൂക്കണേന്ന്. ഇതങ്ങോട്ട് നന്നാക്കി കളയാന്നുള്ള ധാരണയാണ് പുള്ളിയുടെ. നമ്മളെന്തോരം ശ്രമിച്ച് വേറെ പണിയൊക്കെ അല്ല കേട്ടോ. എന്തിന്? നമ്മുടെ ശമ്പളത്തിനുള്ള വകുപ്പൊക്കെ ഇവിടെ ഉണ്ടാവും എത്ര കാലം കഴിഞ്ഞാലും. അതിന് സ്ഥാപനം ഉണ്ടാവുമോ? സ്ഥാപനം ഉണ്ടാവും. എത്തോതിന് പോലെ കരുനാക്കോളെ ചൊല്ലും പറയല്. അല്ല, ഞാൻ കാര്യമായിട്ട് അറിയാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കൊന്നും ഇരിക്കാനൊന്നും കസേരയൊന്നും ഇല്ലേ? ഉണ്ട് സാർ. ഇതൊരു ബാങ്ക് അല്ലേ, പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്ന് കണ്ട മോശമല്ലേ ഇതൊക്കെ? അല്ല സാർ, ഞാൻ ചിട്ടീനായിട്ടൊരു ഡിസ്കഷൻ നടത്തിയത് പുതിയ മണ്ടൂരെ കിട്ടാൻ. ഇത് അല്ല, മണ്ടൂരൊരു ഡിസ്കഷൻ നടത്തുന്നത് പുതിയ ചിട്ട കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അതെ, ആളുകളെ നേരിട്ട് കണ്ട് ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിന് എല്ലാവരും സജീവമായിട്ടൊന്ന് പ്രവർത്തിക്കണം കേട്ടോ. കാരണം നമ്മുടെ എന്താണ് അപ്പുറത്തായി പോയത്. പിന്നെ മണ്ടു, ആ കിട്ടാക്കടങ്ങൾക്കുള്ള നോട്ടീസൊക്കെ അയച്ചിരുന്ന? അയച്ചു. എല്ലാം അയച്ചോ? അല്ല, കുറച്ചും കൂടി ബാക്കിയുണ്ട്. പിന്നെ കുറെ പേര് കൈപ്പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് എന്തിനെടുത്ത് വെച്ചിരിക്കുന്നത്? എല്ലാം അയച്ചു കൊടുക്കൂ. അയച്ചു കൊടുക്കും. എന്ത് ലേറ്റ് ആക്കണേ? അയക്കണോ, അത് ഗൗരവമുള്ള കാര്യമല്ലേ. പിന്നെ എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറയാം. 10-45 ദിവസത്തിന്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള ഡെപ്പോസിറ്റ് ഇവിടെ ആയിട്ടില്ലെങ്കിൽ ഈ ബാങ്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാ. കപ്പൽ മുങ്ങുന്ന ഉറപ്പ് വരുമ്പോ കപ്പലിൽ അത്യാവശ്യമില്ലാത്ത ചില സാധനങ്ങൾ എടുത്ത് പുറത്തിടുന്നൊരു ഏർപ്പാടുണ്ട്. കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിണ്ടാവും വിചാരിക്കണം. മണ്ട ഉടനെ അയക്കിട്ടോ അത്. പറഞ്ഞ കാര്യം പിടി കിട്ടിയോ? മനസ്സിലായി. ബാങ്കിനെ രക്ഷിക്കാൻ നമ്മളൊക്കെ എടുത്ത് പുറത്തിടുന്നു. അതെ, കപ്പല് മുങ്ങാൻ പോകുമ്പോ കപ്പിത്താൻ ചാടി ആത്മഹത്യ ചെയ്യണ ഒരു കഥയുണ്ട്. അത് സെക്രട്ടറിക്ക് അറിഞ്ഞൂടാ. പോയി പറഞ്ഞു കൊടുത്തിട്ടോ? വേണ്ട, അല്ലേ തന്നെ എന്നെ ഇഷ്ടമായിട്ടില്ല. ആയിക്കോട്ടെ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നന്ദി. എന്താണ് സാറേ, ഒരു ലോണിന് വേണ്ടി ഞാൻ ഇവിടെ 100 തവണയായി കീഞ്ഞും കയറിയും വരുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തന്നെ സാർ. അതൊരു 100 തവണ തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താൻ തരുന്ന ഈ ഡോക്യുമെന്റ്സിന് 50,000 രൂപയിൽ കൂടുതൽ ഒരു രൂപ ഇവിടുന്ന് കിട്ടില്ല. പക്ഷെ സാർ, ഈ 50,000 കൊണ്ട് എന്നെ ഒക്കൂല്ലോ. എന്റെ മാഷൻ തനിക്ക് കുറെ കാശും വേണമെന്ന് പറഞ്ഞിട്ട് താൻ തരുന്ന ഈ ഡോക്യുമെന്റ്സിന് ആ കാശ് മുഴുവൻ ഇവിടുന്ന് തരാൻ പറ്റുമോ? എന്റെ സാറേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. പെങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുകൊടുത്ത് കുറച്ച് സ്ത്രീധനം കൊടുക്കാൻ ബാക്കിയിട്ട് ഈ അളിയന്റെ അമ്മയുണ്ടല്ലോ ഭദ്രകാളി, അവിടെ പോയപ്പത്തോടൊക്കെ പോയപ്പെന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും.
പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലോൺ കിട്ടുമോ സാറേ അങ്ങനെ? ലോണോ? എന്റെ മാഷെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇപ്പൊ ഈ വെക്കുന്ന സംഭവത്തിന് നിങ്ങൾക്ക് 50,000 രൂപ തരാന്ന് ഞാൻ പറഞ്ഞു. ഇത് എന്റെ കാശല്ല. അതുകൊണ്ടാ തരാൻ പറയുന്നത്. എങ്ങനെ തരാൻ പറഞ്ഞത്? എടോ, ഇത് ഈ നാട്ടുകാർ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സംഖ്യയാണ്. അത് എനിക്ക് തരുന്നതിന് അതിന് ഇവിടുത്തെ ചില നിയമങ്ങളുണ്ട്. നിങ്ങൾ തന്ന ഡോക്യുമെന്റ്സ് അനുസരിച്ച് നിങ്ങളുടെ ഒരു സാമ്പത്തിക ശേഷി അനുസരിച്ച് 50,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. 1,00,000 രൂപ തരാൻ പറ്റില്ല. എന്റെ സാറ് പറഞ്ഞ ഡോക്യുമെന്റ് കംപ്ലീറ്റ് സാധനം ഉണ്ട്. സ്വന്തമായിട്ട് ആധാർ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, പെർമിറ്റ് ഉണ്ട്, മണ്ണ് ചിമ്മുണിയിലെ കേനുണ്ട് സാറേ, എല്ലാം ഉണ്ട്, കംപ്ലീറ്റ് സാധനം ഉണ്ട് സാറേ. എങ്ങനെ ഇതൊക്കെ ഞാൻ കേട്ടത്. ഇതൊക്കെ ഇതിന് മുൻപും പലതവണ നിങ്ങൾ വന്ന് പറഞ്ഞാണ്. ഞാൻ നിങ്ങളോട് അതിനുള്ള മറുപടിയും തന്നതാണ്. ഈ എന്നെ ശല്യം ചെയ്യരുത്. എങ്ങനെ തരാൻ പറ്റില്ല. പറ്റൂല. ഇല്ല, തരാൻ പറ്റില്ല. എങ്ങനെ നടക്കൂല? അത് നടക്കില്ല. അതല്ലേ? ഈ ബാങ്ക് ബോർഡ് മെമ്പർ മൻമോഹൻ സാറിനെ അറിയാലോ? അത് മൻമോഹൻ സാറ് നമ്മളെ ബാങ്ക് ബോർഡ് മെമ്പർ, നിങ്ങളെ ബാങ്ക് ബോർഡിന്റെ മെമ്പർ. ഞാനുമായിട്ട് ബന്ധം അറിയോ? എന്റെ ആരാണ്? എന്റെ ഭാര്യ, എന്റെ അനിയന്റെ ഏട്ടന്റെ മോളെ ഭർത്താവിന്റെ സ്വന്തം എന്ന് പറഞ്ഞാല് ഞാനും മൻമോഹൻ സാർ ഇങ്ങനെയാണ്. അറിയോ? അതുകൊണ്ട് എന്താന്ന് അറിയാം, ഈ കസേരയിൽ ഇനി ഇരിക്കണ്ടേ, മാസം ശമ്പളം എണ്ണി മേണിക്കണ്ടേ. ഒരു ഒപ്പിട്ട് കൊടുത്താൽ വരും അങ്ങ് ഇവിടുന്ന് കൊണ്ടുപോകും. പിന്നെ ജയിലിന്റെ അഴിയിലിരുന്ന് എണ്ണേണ്ടി വരും. ഞാൻ മന്മഥനായിട്ട് വന്നിട്ട് മേടിച്ചാൽ മതി കേട്ടാ. ചെല്ല്. എനിക്ക് 50,000 ഇല്ല. കാണാം, ഞാൻ ഈ നാട്ടിൽ ജീവിച്ചോളാം. ഓരോ കഴുതകളോട് കയറി വരും മനുഷ്യനെ പണിയിട്ട് ചെയ്യാൻ വേണ്ടി. വല്ലാത്തൊരു കഥ തന്നെയാട്ടത്. ഒരു ഞായറാഴ്ച ദിവസമാണ്, പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂടെ കുത്തിരിക്കേണ്ട ദിവസമാണ്. ആ ദിവസവും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഇയാൾ ഓരോ തുഗ്ലക്ക് പരിഷ്കാരേ. അയാൾക്ക് പ്രാന്താണെന്ന്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഞായറാഴ്ചയായിട്ട് ആളുകളുടെ വീട്ടിൽ ചെന്ന് പറയുമ്പോ കുറി ചേരാനും നിക്ഷേപിക്കാനും ആളുകൾ പൈസ എടുത്തു വെച്ചേക്കാണ് വെറുതെ. അല്ലെങ്കിൽ തന്നെ എന്ത് വിചാരിച്ചിട്ടാണ് ഈ കച്ചറ ബാങ്കിൽ കൊണ്ടൊന്ന് പണം ഇടണ? ഉള്ളവർക്ക് എടുത്തുണ്ടാവൂല്ലേ? പാരി എടുത്തുണ്ടോ? എല്ലാരും പിൻവലിക്കല്ലേ? ആളുകളുടെ ഈ കാശൊന്നുമില്ലാന്ന് ഒരു കണക്കിനാ ജീവിക്കണ. അല്ല, ഞാൻ എന്റെ കാര്യത്തിലുണ്ടല്ലോ, മുങ്ങും തൊട്ടോളം മുങ്ങട്ടെ. അവസാനം മുങ്ങാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിനായിട്ട് കയറും. പക്ഷെ പോകുമ്പോ മൂപ്പരോട് 4 വർത്താനം പറഞ്ഞിട്ട് ഞാൻ പോകും. ഇതൊക്കെ നമ്മള് പോവാൻ നിക്കണത് അയാള് പറയണ കേൾക്കാതെ വെറുപ്പിച്ചിട്ട് അയാളെ പറഞ്ഞു വിട്ടാ പോരെ? മതി. ഓ, ഇയാൾക്ക് മൂലക്കുറിന്റെ അസുഖം ഉണ്ടോ? കേൾക്കുമ്പോ ആയിക്കോട്ടെ സാറേ, ആയിക്കോട്ടെ. ഞാൻ നേരിട്ട് വന്നോളാം. ശരി. അല്ല, നിങ്ങൾ പോയില്ലേ? ഇല്ല, മണ്ടു ഇങ്ങോട്ട് വന്നില്ല. മണ്ടുന്നിനാ? അല്ല, സാറ് പറഞ്ഞല്ലോ എല്ലാരും കൂടി ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞല്ലോ. അതെ, നിങ്ങളൊന്ന് ആദ്യം ആളുകളുടെ അടുത്തേക്കൊന്ന് ഇറങ്ങ്, എന്നിട്ട് കുറച്ച് ഡെപ്പോസിറ്റ് ഒക്കെ ഒന്ന് ശേഖരിക്കുക ആദ്യം. അല്ല സാറേ, ഇന്ന് ഞായറാഴ്ചയാണ്. ഓരോ വീട്ടിലും എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവും. നമ്മളൊരു ഔചിത്യം ഇല്ലാതെ ആ സമയത്ത് കയറി ചെന്നിട്ട് കുറി ചേരി നിക്ഷേപിക്കുന്ന പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാവുള്ളൂ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ബാങ്ക് അവതാളത്തിലാക്കാനുള്ള പരിപാടി തന്നെയാണോ? നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടിച്ചേർന്ന് നിന്നാലല്ലേ ഇതൊന്ന് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുതിയതായിട്ട് ആവിഷ്കരിച്ച പദ്ധതികളൊക്കെ ഒന്ന് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. നമ്മൾ ഈ ആവിഷ്കരിച്ച പദ്ധതിയൊക്കെ ബ്രോഷറായിട്ട് നോട്ടീസായിട്ട് അവർക്ക് അയച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നാടായ നാട് മുഴുവൻ പരസ്യം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആവശ്യക്കാരന്റെ നമുക്ക് ബാങ്കിലോട്ട് വന്നോളൂല്ലേ? എന്റെ പൊന്ന് പ്യാരി, നമ്മൾ നോട്ടീസ് അയക്കുന്നതും നമ്മൾ നേരിട്ട് ചെന്ന് സംസാരിക്കുന്നത് തമ്മിൽ വളരെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മീറ്റിംഗിൽ തീരുമാനിച്ചത്. അല്ല, അത് പറയാം സാറേ. അല്ലേ? നിങ്ങൾ എത്രയും പെട്ടെന്ന് പോവാ. ഞായറാഴ്ചയും ശനിയാഴ്ച ഒന്നും നിങ്ങൾ നോക്കണ്ട. എനിക്കും കുടുംബമുണ്ട്, എനിക്കും ഭാര്യ മക്കളൊക്കെ ഉള്ള ആള് തന്നെയാണ് നിങ്ങളെ പോലെ. സാർ ഇത് എപ്പോഴും സ്കൂൾ പിള്ളേരോട് പറയണ പോലെ ഞങ്ങളോട് പറയണ്ട. സാറിന് മുമ്പ് ഇരുന്ന സെക്രട്ടറി ഉള്ളപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്ത് ഈ ബാങ്ക് നിലനിർത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു പ്യാരി, ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. നിങ്ങൾ തൽക്കാലം ഇപ്പൊ ഒന്ന് ചെയ്യും. ഞങ്ങൾ പോവാ. അന്ന് നിങ്ങൾ ചെല്ലു. ശരി, ചെല്ലു. ഗുഡ് മോർണിംഗ്. ആരോടാ പറ? എന്താണ് പുള്ളിയുടെ ഉദ്ദേശം എന്നുള്ളത് പ്രസിഡന്റ് ഒന്ന് ചോദിക്കണേ. എന്താ ഇത്? സെക്രട്ടറി സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് അത് മാത്രം നടപ്പിലാക്കുക. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ഭരണസമിതി? അതെ, ഭരണസമിതി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ ചൊറിയും കുത്തി ഇരിക്കാനുള്ളവരല്ല, പ്രവർത്തിക്കേണ്ടവരാ ജനങ്ങൾക്ക് വേണ്ടി. ഓരോ സഹകരണ സംഘത്തിലും ഭരണസമിതിയുടെ ആവശ്യപ്രകാരം വാരി കോരിയ ലോൺ കൊടുക്കുന്നത്. തനിക്ക് കൊടുത്ത എന്താണ് കുഴപ്പം? സാറ് ഈ പറയുന്ന പോലെ ഭരണസമിതിയുടെ ആവശ്യപ്രകാരം ലോൺ വാരിക്കോരി കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പൊ പല ബാങ്കുകളും 7 നിലയിൽ പൊട്ടി നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ കാര്യം തന്നെ എടുത്ത് നോക്ക്. ഈ അവസ്ഥയിലെത്താനുള്ള കാരണം എന്താ? കഴിഞ്ഞ ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് സാറേ. പിന്നെ ഒരാളുടെ വരുമാനത്തിനനുസരിച്ചല്ലേ ഒരാൾക്ക് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ സാറേ. ഇതുവരെയുള്ള എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടും ഞാൻ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അതൊന്നും നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇയാള് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ?
നമുക്കിതൊന്നും മനസ്സിലാവാത്തത് നമുക്ക് അതിനുള്ള അറിവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന്. ഇല്ലടോ, ഞങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുള്ള നല്ല പരിചയമുണ്ട്. KSRTC ബസ്സിന് കല്ലെറിഞ്ഞും കത്തിച്ചുള്ള തഴക്കം പഴക്കം വന്ന കയ്യായത്. ജയിലിൽ ഞങ്ങൾക്ക് പുത്തരിയല്ല, ജയിലിൽ കിടക്കും ഞങ്ങള്. അതെ, ഭരണസമിതിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സെക്രട്ടറിയാണ് ഈ ബാങ്കിന്റെ ആവശ്യം, അല്ലാണ്ട് സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്ന ഒരു സെക്രട്ടറി അല്ല. ഇയാളുടെ ആദ്യത്തെ സംസാരവും ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആകെ കൂടി എടുത്ത് അങ്ങ് പൊക്കി കൊണ്ടുപോകുന്നു. ഇപ്പൊ എന്തായോ? പ്രസിഡന്റ്, നിങ്ങളാണ് ഇതിനൊക്കെ കാരണം. നിങ്ങൾ തന്നെയാണ്. ഞാൻ അന്ന് പറഞ്ഞ ആ ദാമോട്ടൻ ഇരുത്താൻ നമുക്ക് സെക്രട്ടറി ആയിട്ട്. ഇയാൾക്ക് അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ ഇയാൾ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിച്ചോ? ഇവിടെ ഞങ്ങൾ കുറച്ചുപേരൂടെ ഉണ്ട്. ഞങ്ങളുടെ അഭിപ്രായം കൂടെ മാനിച്ചാൽ നോക്കിക്കാതെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയാം. ആദർശം മതിയാക്ക്. ആദർശം മലമറിക്കാതെ ഞാനാണ് ഇതിന്റെ കാരണം. ഇയാള് കാരണമാണ് ഇപ്പൊ ഇത്ര ഉണ്ടായത്. അനുഭവിച്ചോ? ആയിരക്കണക്കിന് മെമ്പർമാരും തെരഞ്ഞെടുത്തുള്ള ഭരണസമിതിയാണിത്. അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കേണ്ടവരാണ് ഞങ്ങള്. ഇയാളുടെ ആദർശം കൊണ്ട് ഇവിടെ എന്ത് നടക്കുന്നു? അവിടെ സെക്രട്ടറി ഭരണസമിതിയുള്ള ഓരോ എത്ര ആൾക്ക് നല്ല ആൾക്കാരുണ്ട്. ഭരണസമിതിക്കാര് കുറച്ച് കഴിയുമ്പോ പൊടിയും തട്ടി അങ്ങോട്ട് പോകും. പിന്നെ കേസും കൂട്ടൊക്കെ വരുമ്പോ നമ്മുടെ ഉദ്യോഗസ്ഥര് തലയിലിരിക്കും. അറിയാം സാറേ. ഇതിനു മുമ്പുണ്ടായിരുന്ന 2 സെക്രട്ടറിമാർക്ക് എന്താ ഉണ്ടായേ? കുടുംബം വെക്കേണ്ടി വന്നു, സാമ്പത്തിക ബാധ്യത അല്ലേ? എനിക്ക് അതിനൊന്നുള്ള ശേഷിയില്ല എൻ്റെ മൊയ്തു. ഞാൻ നേരായ മാർഗത്തിൽ ഉണ്ടാക്കിയത് എൻ്റെ കയ്യിലുള്ളൂ. അല്ല സാർ, ഇത് എന്നോട് തന്നെ എന്താ ഇങ്ങനെ പറയണത്? വേറെ ആരോടും പറയില്ലല്ലോ സാറ്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയണ്ട മൊയ്തു. നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പല്ലേ? സാറേ, അത് പറയരുത് കേട്ടോ. ഞമ്മക്ക് സാറിനോട് യാതൊരു എതിർപ്പുമില്ല. ആ പ്യാരിജാതൻ സെക്രട്ടറി ആവാൻ നിൽക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ പ്യാരിജാതൻ തന്നെ കുറിച്ച് എന്നോടും പറയണം. ഹലോ. ആ പാതാളക്കുഴി ബാങ്കോ? എത്ര? എന്താ സാറേ? പാതാളക്കുഴി ബാങ്ക് പൊട്ടിയത്. 100 കോടിയുടെ അഴിമതി. പഠിച്ച റബ്ബേ.